ആകാംക്ഷയുണ്ട്. പ്രധാനമായും രാഷ്ട്രീയ പാർട്ടികൾ, രണ്ട് പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ്, BJP, അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട രണ്ട് മുന്നണിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ. ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം സ്വന്തമായ ഒരു കണക്കുണ്ട്. അവർ ഒരു കണക്കെടുക്കുമ്പോൾ അവരുടെ ഏറ്റവും മോശം കണക്ക്, ഏറ്റവും മെച്ചപ്പെട്ട കണക്ക്, അങ്ങനെ ഏറ്റവും മോശം കണക്കും ഏറ്റവും മെച്ചപ്പെട്ട കണക്ക് നോക്കിയാൽ NDA മുന്നണിക്ക് എത്ര സീറ്റ് കിട്ടും എന്നൊരു കണക്ക് NDA മുന്നണിക്കുണ്ട്. ഇന്ത്യ മുന്നണിക്ക് അങ്ങനെ എത്ര സീറ്റ്, ഏറ്റവും മോശപ്പെട്ടു പോയാൽ എത്ര വരെ താഴ്ന്നു പോകാം, അല്ലെങ്കിൽ മെച്ചപ്പെട്ടാൽ ഞങ്ങൾക്ക് എത്ര സീറ്റ് വരെ കിട്ടാം, അത് ഓരോ സംസ്ഥാനത്തിൻ്റെതായും തിരിച്ച് കണക്കുകൾ രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിലുണ്ട്. അത് ചിലപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളുമായി ചിലപ്പോൾ യോജിക്കണമെന്നില്ല, ചിലപ്പോൾ യോജിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ വരാം. നമ്മൾ ഈ കണക്കുകളാണ്, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൾ ശേഖരിച്ച് ആ കണക്കുകൾ ക്രോഡീകരിച്ചാണ് ഇന്നിപ്പോൾ അവരെന്താണ് ചിന്തിക്കുന്നത്, ആ കണക്കുകളാണ് നമ്മൾ ഓരോ സംസ്ഥാനത്തിൻ്റെതായി ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ഏത് മുന്നണിക്കാകെ എത്രത്തോളം സാധ്യതയുണ്ട്, ഇന്ത്യ മുന്നണി ഇപ്പോൾ ഒരു സംസ്ഥാനത്തെ എങ്ങനെയാണ് കാണുന്നത്, ആ സംസ്ഥാനത്ത് ഇത്ര സീറ്റ് വരെ നേടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എത്ര കുറഞ്ഞാലും ഞങ്ങൾക്ക് ഇത്ര സീറ്റ് കിട്ടുമെന്നൊരു ആത്മവിശ്വാസമുണ്ട്. പക്ഷേ ഈ കണക്കുകൾ പലപ്പോഴും നോക്കുമ്പോൾ ഒരു ചെറിയ ഡിഫറൻസ് അതിനകത്ത് വരുന്നുണ്ട്. ഒരു ചില സ്ഥലങ്ങളിൽ അവർ പറയും, ഇപ്പോൾ 10 സീറ്റുള്ള ഒരു സ്ഥലത്ത് ഇന്ത്യ മുന്നണി പറയും ഞങ്ങൾക്ക് ചിലപ്പോൾ 5 മുതൽ 8 വരെ സീറ്റ് കിട്ടാമെന്ന്. BJPയും പറയും ചിലപ്പോൾ ഞങ്ങൾക്ക് 8 മുതൽ 10 വരെ സീറ്റ് കിട്ടാമെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അതിനകത്ത് കണക്കുകൾ നോക്കുമ്പോൾ രണ്ടുപേരുടെ അവകാശവാദങ്ങളകത്ത് ചിലപ്പോൾ പൊരുത്തക്കേടുകൾ വരും. കേരളത്തിൽ തന്നെ ആയാലും പലപ്പോഴും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. രണ്ട് പാർട്ടിയും പറയും ഞങ്ങൾക്ക് ഇത്ര സീറ്റ് കിട്ടുമെന്ന് പറയും, ആ സീറ്റിലൊക്കെ. പക്ഷേ ഈ ഇലക്ഷൻ എല്ലാം കഴിഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഈ പാർട്ടികൾ എടുക്കുന്ന കണക്ക് സാധാരണഗതിയിൽ ഏറെക്കുറെ ഈ പറയുന്ന ഫലവുമായി ഒക്കെ അടുത്ത് നിൽക്കും. ഇലക്ഷൻ മുമ്പ് പറയുന്നത് സ്വാഭാവികമായിട്ടും 5 സീറ്റ് കിട്ടുന്ന ഉറപ്പുള്ള ഒരു പാർട്ടി പോലും ചിലപ്പോൾ 10 സീറ്റ് 15 സീറ്റ്. നമുക്കിനി ഓരോ സ്റ്റേറ്റുകളിലേക്ക് കിടക്കാം. 64 സീറ്റ് UPയിൽ കഴിഞ്ഞ തവണ NDAക്ക് ഉണ്ടായിരുന്നു, 62 BJPക്ക് സ്വന്തമായിരുന്നു. ആ 64-ൽ നിന്ന് അതിലും മുന്നേക്ക് പോകാൻ കഴിയും, അനുകൂലമായ പല സാഹചര്യങ്ങൾ UPയെ സംബന്ധിച്ചുണ്ട് എന്നതാണ് NDA ക്യാമ്പിന്റെ വിലയിരുത്തൽ. എന്ത് സംഭവിക്കും UPയിൽ? NDA ക്യാമ്പിന്റെ ഒരു വിലയിരുത്തൽ അനുസരിച്ച് UPയിൽ ഏറ്റവും നല്ലൊരു പെർഫോമൻസ് വരികയാണെങ്കിൽ 75 സീറ്റുകൾ വരെ UPയിൽ NDAക്ക് ലഭിക്കാം. BJPയുടെ മുന്നേറ്റം, BJP പ്ലസ് അപ്നാദളിലാണുള്ളത്. അപ്നാദൾ ചേർന്ന് കഴിഞ്ഞാൽ 75 സീറ്റുകൾ വരെ ലഭിക്കാം. ഇന്ത്യ മുന്നണിക്ക് എങ്ങനെയൊക്കെ പോയാലും 5 സീറ്റിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ അവർ നല്ല പെർഫോമൻസിലേക്ക് വന്നാൽ ഇനി ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലേക്ക് NDA പോകുന്നു എന്ന് കരുതുക. അങ്ങനെ ഒരു തിരിച്ചടി, കനത്ത തിരിച്ചടി NDAയിൽ ഉണ്ടായാൽ പോലും ഈ 80 സീറ്റിൽ 50 സീറ്റ് എന്ന് പറയുന്നത് അവർ ഏറ്റവും കുറച്ചിടുന്ന സീറ്റാണ്. അങ്ങനെ എത്ര കുറച്ചാലും 50 സീറ്റ് എന്ന് പറയുന്നത് അവർ പറയുന്നത് 2 ലക്ഷത്തിന് മേൽ ഒക്കെ ഭൂരിപക്ഷം ഉറപ്പുള്ള സീറ്റുകളാണ്. അങ്ങനെ പറഞ്ഞാൽ പോലും 50 സീറ്റിൽ കുറയില്ല എന്നുള്ളതാണ് NDAയുടെ ഒരു കണക്കൂട്ടൽ. എന്നാൽ ഇന്ത്യ മുന്നണി കണക്കൂട്ടുന്നത് ഏറ്റവും കുറഞ്ഞത് 20 സീറ്റുകളാണ്. കഴിഞ്ഞ തവണ അവർക്ക് 10ഉം 5ഉം സീറ്റുകളാണ് കഴിച്ചത്. കഴിഞ്ഞ തവണ BSPയും SPയും ചേർന്നാണ് സഖ്യം നിന്ന് കോൺഗ്രസിന്റെ 15 16 സീറ്റാണ് കിട്ടിയത് എതിർ മുന്നണിയിൽ നിന്ന്. ഇത്തവണ BSP മാറി നിൽക്കുകയാണ്. BSP ഏറെക്കുറെ ഇപ്പോൾ BJPക്ക് അനുകൂലമായ ഒരു നിലപാട് എന്നുകൂടി വേണമെങ്കിൽ പറയാം. BJPയുടെ പല സ്ഥലങ്ങളിലും മുസ്ലിം കാൻഡിഡേറ്റിനെയൊക്കെ മത്സരിപ്പിച്ച് അവിടെ എതിർ സ്ഥാനാർത്ഥികളുടെ വോട്ട്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെയും SPയുടെയും വോട്ട് കുറയ്ക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ മായാവതി അതെല്ലാം പറയുമ്പോഴും മായാവതിയുടെ ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള ഒരു ഇലക്ഷൻ പ്രവർത്തനത്തിലേക്കൊന്നും വന്നിട്ടില്ല. പക്ഷേ SP കോൺഗ്രസും വലിയ ആത്മവിശ്വാസത്തിലാണ്. വലിയ ആത്മവിശ്വാസം, ഇതുവരെ ഇല്ലാത്ത ഒരു ആത്മവിശ്വാസം. 64-ൽ നിന്ന് 75 വരെ എത്തിയേക്കാം എന്ന് NDA ക്യാമ്പ് കരുതുന്നതിന്റെ കാരണങ്ങൾ എന്താണ്? ഒന്ന്, രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകാം. അതിനപ്പുറം മോദി എന്ന ഫാക്ടർ, മോദി ഗ്യാരണ്ടി, അതാണോ അവരുടെ മോദി ഗ്യാരണ്ടിയും രാമക്ഷേത്രവും ഒക്കെ നിൽക്കുന്നതിനപ്പുറം ഇവർ ഒരു ഹിന്ദു ഐക്യം എന്നുള്ള വെച്ചിട്ടാണ് ഇതുവരെയും. എപ്പോഴൊക്കെയാണോ ഒരു ഹിന്ദു വികാരം പൂർണ്ണമായും ഒരു ഹൈന്ദവ വികാരം, അല്ലെങ്കിൽ ഹിന്ദു എല്ലാവരും ഒന്നാണ്, അവിടുത്തെ ദളിതനും ഒരു തരത്തിലും ബന്ധമില്ലാത്ത, അല്ലെങ്കിൽ ബ്രാഹ്മണനും അവിടുത്തെ യാദവനും അല്ലെങ്കിൽ അവിടുത്തെ ജാട്ടും ഇവരെല്ലാവരും ഒന്നാണ്, കടുത്ത ജാതീയ വിവേചനം ഒക്കെ നിൽക്കുന്ന സ്ഥലത്ത് അവർ ഒന്നാണ് എന്നൊരു ചിന്താഗതി വരുന്ന ഘട്ടത്തിലെല്ലാം BJPക്ക് വലിയ വിജയമുണ്ടായിട്ടുണ്ട്, BJPക്ക് നേട്ടമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മറുഭാഗത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷമായി BJPക്ക് ഈ തരത്തിലേക്ക് വോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ BJP ജയിക്കുന്നു. പക്ഷേ അപ്പോഴും ഈ വികാരമുണ്ട്, ജാതീയമായ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ അവിടുത്തെ ദളിതർക്ക് മായാവതി ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് ചില ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു, അത് പൂർണ്ണമായി നഷ്ടപ്പെട്ട അവസ്ഥ. യാദവരെ OBCയെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഒരു ഭരണമില്ല, അതുകൊണ്ട് അവർക്ക് സാമൂഹിക തിരിച്ചടി, ജാതി സെൻസസ് അടക്കം ഒരുപാട് ഘടകങ്ങളുണ്ട്. അവിടുത്തെ UPയൊക്കെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ പോലെ ഒരു സംസ്ഥാനമല്ല. അവിടെ ജാതിയുടെ അടിസ്ഥാനത്തിൽ തൊഴിൽ വിഭജനം അടക്കം നിൽക്കുന്ന, ഇപ്പോഴും താഴ്ന്ന ജാതിക്കാരെ തൊടുകയോ അല്ലെങ്കിൽ ആ താഴ്ന്ന ജാതിക്കാരുമായി ചേർന്ന് ഏതെങ്കിലും ഒരു തരത്തിൽ അങ്ങനെ ഒരു വിവാഹം നടന്നാൽ ഇപ്പോഴും ഏതെങ്കിലും തരത്തിൽ പ്രണയബന്ധമൊക്കെ ഉണ്ടെങ്കിൽ അവരെ തല്ലിക്കൊല്ലുന്ന അവസ്ഥയടക്കം, അല്ലെങ്കിൽ ആ തരത്തിൽ ഒരു തരത്തിൽ സമൂഹം അംഗീകരിക്കാത്ത, സമൂഹം ബഹിഷ്കരിക്കുന്ന അവസ്ഥയടക്കമുള്ളതാണ്. അവിടെയൊക്കെ ഇപ്പോൾ വീണ്ടും ഈ പറയുന്ന താഴ്ന്നതെന്ന് കരുതപ്പെടുന്ന, സാമൂഹിക ശ്രേണിയിൽ താഴ്ന്നതെന്ന് കരുതപ്പെടുന്ന പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിലായാലും ദളിത് വിഭാഗങ്ങൾക്കിടയിലായാലും അവർക്ക് വീണ്ടും അത്തരം ഒരു വികാരം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതുകൊണ്ടൊരു നേട്ടം
മാറ്റം ഉണ്ടാകുന്നില്ല. ഇതിലാണ് കോൺഗ്രസ് ആയാലും BSP ആയാലും പ്രതീക്ഷിക്കുന്നത്. അവിടെയാണ് പിന്നാക്ക വോട്ടെ പ്ലസ് മായാവതിയിൽ നിന്ന് വരുന്ന ദളിത് വോട്ടെ പ്ലസ് മുസ്ലിം വോട്ട് SP-യേക്കാൾ കൂടുതൽ ഇപ്പോൾ കോൺഗ്രസിലേക്ക് മുസ്ലിം ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായതോടുകൂടി ചാഞ്ഞു എന്നുള്ള വിലയിരുത്തലാണ്. SP കോൺഗ്രസ് സഖ്യത്തിന് തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണമായി വിലയിരുത്തുന്നത് കോൺഗ്രസിലേക്ക് മുസ്ലിം വോട്ട് വലിയ തോതിൽ ഒഴുകുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു ഐക്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് 20 മുതൽ 40 സീറ്റ് വരെ എന്നാണ് പറയുന്നത്. എപ്പോഴും അവർക്ക് 40 സീറ്റിനപ്പുറം സ്വപ്നം കാണാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട്. UP ഒക്കെ സാധാരണഗതിയിൽ മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ വലിയൊരു കാറ്റ് വീശിയടിച്ചാൽ 80 സീറ്റും ഒരു പക്ഷത്തേക്കൊക്കെ പോകാൻ സാധ്യതയുള്ള സ്ഥലമാണ്. പക്ഷേ അവർ 20 മുതൽ 40 സീറ്റ് വരെ എന്നുള്ളതാണ് UP-യിൽ കാണുന്നത്. ഇനി നമുക്ക് അടുത്ത സംസ്ഥാനത്തേക്ക് പോകാം. മഹാരാഷ്ട്ര 48 ഏതാണ്ട് മുഴുവൻ സീറ്റുകളും NDA-യുടെ കയ്യിലായിരുന്ന സ്റ്റേറ്റാണ്. പക്ഷേ ഇപ്പോൾ അവർ വലിയ രീതിയിൽ അവിടെ തിരിച്ചടി നേരിടുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ പാർട്ടികൾ പിളർന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി എന്നുള്ളത് ഇപ്പോഴും കൃത്യമായി തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. കഴിഞ്ഞ തവണ വരെയുള്ള തെരഞ്ഞെടുപ്പുകളിലാണെങ്കിൽ NCPക്ക് നിശ്ചയ ശതമാനം വോട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര കുറഞ്ഞാലും അവർക്ക് ഈ ശതമാനം വോട്ട് കിട്ടുമെന്നൊരു ഉറപ്പുണ്ടായിരുന്നു. കൂടുന്ന ഒരു ശതമാനം വെച്ചാണ് ഭരണമൊക്കെ കിട്ടുന്നത്, അല്ലെങ്കിൽ വിജയം ഉണ്ടാകുന്നത്. പരാജയപ്പെട്ടു പോകുമ്പോഴും വല്ലാതെ വോട്ട് ശതമാനം താഴ്ന്നൊരു പാർട്ടിയൊന്നുമല്ല. അതുപോലെ തന്നെ ശിവസേനയ്ക്ക് ഇത്ര ശതമാനം വോട്ടുണ്ടെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത്തരം കണക്കൂട്ടലുകളെല്ലാം പൂർണ്ണമായി മാറിയിരിക്കുകയാണ്. ശിവസേനയുടെയും NCPയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ, അല്ലെങ്കിൽ ഒരു നേതാവിനെ ആശ്രയിച്ചാണ് ആ പാർട്ടി നിൽക്കുന്നത്. ആ രണ്ട് നേതാക്കളും ഒരു പക്ഷത്ത് നിൽക്കുന്നു. പക്ഷേ ആ പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം വരുന്ന MLA-മാരും MP-മാരും ഒക്കെ മറുപക്ഷത്ത് നിൽക്കുന്നു. അവിടെ മഹാരാഷ്ട്രയിൽ 20 മുതൽ 40 സീറ്റ് വരെയാണ് NDA പ്രതീക്ഷിക്കുന്നത്. NDA സംബന്ധിച്ചിടത്തോളം 41 സീറ്റ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നവർ ഇപ്പോൾ അവിടെ ഏറ്റവും വലിയ പ്രതീക്ഷ പോലും 40ലേക്ക് ചുരുങ്ങാൻ ചില മണ്ഡലങ്ങളൊക്കെ ഇപ്പോഴും പവാറിനൊക്കെ വ്യക്തിപരമായി തന്നെ പവാറിനോട് വലിയ ആഭിമുഖ്യമുള്ള, അല്ലെങ്കിൽ മുംബൈയിലൊക്കെ ആണെങ്കിൽ ശിവസേനയോട് ആഭിമുഖ്യമുള്ള, സാധാരണ ഉദ്ധവ് താക്കറെ കുടുംബത്തോട് ആഭിമുഖ്യമുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ കർഷക പ്രക്ഷോഭത്തിന്റെ കാലത്തൊക്കെ അവിടുന്ന് വലിയ ഒരു കർഷകർക്ക് നിർണായകമായ വോട്ട് സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ ഒരു മറാത്ത വികാരം കൂടിയുണ്ട്. മറാത്ത വികാരം പേറുന്ന രണ്ട് നേതാക്കളും ശരത് പവാർ ആയാലും ഉദ്ധവ് താക്കറെ ആയാലും നിൽക്കുന്നത് ഒരു പക്ഷത്താണ്. അവരോടുള്ള ആനുകൂല്യം അങ്ങനെ എത്രയൊക്കെ തിരിച്ചടി ഉണ്ടായാലും ഇവരൊക്കെ എത്രയൊക്കെ വന്നാലും മഹാരാഷ്ട്രയിൽ NDA ഏറ്റവും കുറവായി കാണുന്നത്. ഏറ്റവും കുറവെന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട സിറ്റുവേഷൻ, ഒരു തരംഗം NDAക്കെതിരായി ഉണ്ടായപ്പോലും NDA 20 സീറ്റ് ഉറപ്പിക്കുന്നുണ്ട്. 40 സീറ്റ് വരെ അത് ഉയരാമെന്ന് പറയുന്നു. അതേസമയം ഇന്ത്യ മുന്നണിയാണെങ്കിൽ ഒരു മോശം അവസ്ഥയാണെങ്കിൽ 15 സീറ്റ് മുതൽ 30 സീറ്റ് വരെ ലഭിക്കുമെന്ന്. ഇതെല്ലാം ഈ പാർട്ടികളുടെ കണക്കൂട്ടലുകളാണ്. ഈ പാർട്ടികൾ നിലവിൽ അവരുടെ താഴെത്തട്ടിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലൊക്കെ ഈ പാർട്ടികൾ കണക്കൂട്ടുന്നതാണ്. ഈ കണക്കൂട്ടലുകൾ പൂർണ്ണമായും ശരിയായിക്കൊള്ളണമെന്നില്ല, പക്ഷേ അവർ കണക്കുകൂട്ടുന്ന അങ്ങനെയാണ്. കിരൺ, ഈ ഇന്ത്യ മുന്നണികളുടെ പ്രതീക്ഷയിൽ വലിയൊരു സ്ഥാനം മഹാരാഷ്ട്രയെ സംബന്ധിച്ച് ഉണ്ട്. അവർ അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ പക്ഷേ 30 വരെ എത്തിക്കുന്നുമുള്ളൂ. അതിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാന ഒരു വിഷയം, ഈ മഹാരാഷ്ട്രയിൽ ഈ സംവിധാനം എല്ലാം ഉണ്ടെങ്കിലും BJPക്ക് സ്വന്തം നിലയിൽ ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളുണ്ട്. അവിടെ ഇനി BJPക്ക് ശിവസേനയുടെ ഒരു ഭാഗത്തിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു ഭാഗത്തിൻ്റെയോ സഹായമില്ലാതെ തന്നെ BJPക്ക് സ്വന്തം നിലയിൽ നിന്നാൽ മാത്രം, മറ്റു പാർട്ടികളെല്ലാം മറുപക്ഷത്ത് നിന്നാലും BJP ഒറ്റയ്ക്ക് നിന്നാലും BJPക്ക് ജയിക്കാൻ കഴിയുന്ന ചില മണ്ഡലങ്ങൾ മഹാരാഷ്ട്രയിലുണ്ട്. കഴിഞ്ഞ തവണ അടക്കം 2 ലക്ഷത്തിന് മേൽ ഭൂരിപക്ഷം, ഈ 1.5 ലക്ഷം 2 ലക്ഷത്തിന് മേൽ ഭൂരിപക്ഷം കിട്ടിയ ഒരു മണ്ഡലത്തിൽ ഒരു അട്ടിമറി ഉണ്ടാവണമെങ്കിൽ അത് വലിയ അട്ടിമറിയാണ്. സാധാരണഗതിയിൽ അവിടെ ഒരു 1 ലക്ഷം വോട്ടിന്റെ ഒന്ന് മാറ്റം വന്നു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ വരാൻ സാധ്യതയുള്ള ഒരു 80,000 1 ലക്ഷം വോട്ടിന്റെ ഒക്കെ ആയിരിക്കും മാറ്റം വരുന്നത്. ആ മാറ്റം കൊണ്ട് മാത്രം അവിടെ ഒരു പരാജയം സംഭവിക്കില്ല, ചെറിയ മാർജിൻ കുറയുമായിരിക്കും, പക്ഷേ അവിടെ വിജയം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് എത്രയേറെ കണക്കൂട്ടലുകൾ ഉണ്ടായാലും ഈ 30-നപ്പുറത്തേക്ക് പോകാൻ കഴിയില്ലെന്ന് കണക്കുന്നത്. BJP ഒരു നിർണായക ഘടകം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ അജിത് പവാർ പോയെന്ന് വെച്ചാൽ അജിത് പവാറിന് പൂർണ്ണമായും NCPയുടെ എല്ലാവരും ശരത് പവാറിനൊപ്പം നിൽക്കണമെന്നില്ല. അജിത് പവാറിന്റെ വിഭാഗത്തിലേക്ക് കുറേ ആളുകളുണ്ട്, ഷിൻഡെ വിഭാഗത്തിൽ കുറേ ആളുകളുണ്ട്. അവരുടെയൊക്കെ വോട്ടുകൾ കൂടി ചേർത്തതുകൊണ്ടാണ് ഇവർക്ക് ഒരു പരമാവധി പോയാൽ 30 എന്നുള്ള ഒരു യാഥാർത്ഥ്യബോധമുള്ള കണക്ക്. പക്ഷേ പുറത്ത് പറയുന്നവരിപ്പോഴും അങ്ങനെയല്ല, 40 മേൽ സീറ്റിലേക്ക് അവർ വരും, തൂത്തുവാരും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ പാർട്ടികളുടെ ഒരു ഇന്റേണൽ കണക്ക് 15 മുതൽ 30 വരെ എന്നുള്ളതാണ്. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട പോയാൽ പശ്ചിമ അവിടെ പലതരത്തിലാണ് അവിടുത്തെ ഫലം നിർണായകമാവുക. ഇന്ത്യ മുന്നണി ശക്തമായ നിലയിലേക്ക് വന്നാൽ മമത അവിടെ പിടിക്കുന്ന വോട്ടുകൾ വളരെ നിർണായകമായിരിക്കും. അത് മുന്നണിയുടെ നിലനിൽപ്പിനെയൊക്കെ തന്നെ വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒന്നാവുകയും ചെയ്യും. മറിച്ച് BJP അവിടെ വലിയൊരു പ്രതീക്ഷ വെക്കുന്നു. മറ്റിടങ്ങളിൽ സാച്ചുറേഷൻ പോയിന്റ് എത്തിയ സ്റ്റേറ്റുകളിൽ ഉണ്ടാകുന്ന നഷ്ടം ഇവിടെയൊക്കെ പിടിക്കുന്ന കൂടുതൽ വോട്ടുകളിൽ നിന്ന് മറികടക്കാമെന്ന ചിന്തയാണ് BJPയെ സംബന്ധിച്ചുള്ളത്. അവസാന നിമിഷം, കഴിഞ്ഞ ദിവസം നമ്മൾ വിലയിരുത്തിയതാണ്, അവസാന ദിവസങ്ങൾ പ്രധാനമന്ത്രി ഇവിടെ ചെലവഴിക്കുന്നത് പോലും ബംഗാളിലെ വോട്ട് ലക്ഷ്യമിട്ടാണ് എന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം NDAയുടെ കണക്കൂട്ടിൽ NDAക്ക് ഇനി ഒരു മോശം കാലാവസ്ഥ വരുന്നു. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ അല്ലെങ്കിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെ തൃണമൂൽ കോൺഗ്രസിന് ഒരു വലിയ
വലിയ മുന്നേറ്റം ഉണ്ടായാൽ പോലും അത്തരം മുന്നേറ്റത്തിൽ പോലും 10 സീറ്റുകൾ പിടിച്ചു നിൽക്കാൻ ഏറ്റവും വലിയ പെർഫോമൻസ് കഴിഞ്ഞ വർഷമായിരുന്നു 18 സീറ്റുകൾ നേടിയത്. അത് അത്തരം ഒരു പെർഫോമൻസ് ഏത് കാലാവസ്ഥയിലും ആവർത്തിക്കാൻ കഴിയുന്ന വെച്ചാൽ ആ ഒരു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന മോദി തരംഗം ഇപ്പോഴില്ല. ബംഗാൾ മോദിക്ക് അനുകൂലമായ ഒരു വലിയ വികാരം ഉണ്ടായിരുന്നു, ആ വികാരം ഇപ്പോഴില്ല. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ BJP വൻ മുന്നേറ്റം ഉണ്ടാകുന്നു. അത് രണ്ട് പാറ്റേൺ ആണ് നമുക്ക് പറയാം. വെസ്റ്റ് ബംഗാളിൽ സന്ദേശ് ഖലിയും CAAയും ഒക്കെ BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. മാത്രമല്ല ഒരു ഗ്രാജുവലായി വോട്ട് ഷെയർ ഉൾപ്പെടെ BJP അവിടെ കൂട്ടിക്കൊണ്ടുവന്ന് വളരെ ശക്തമായ ഒരു നിലയിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വോട്ട് ഷെയറോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വിജയമോ അത് ആ വിജയത്തിന്റെ അടുത്തെത്തുന്ന ഒരു വിജയം ആവർത്തിക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ എന്നാൽ പോലും ബംഗാളിനെ സംബന്ധിച്ച് അവിടെ ബംഗാളിന് എപ്പോഴും ബംഗാളിന്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ ബംഗാളികൾക്ക് ബംഗാളികളുടേതായ ഒരു വികാരം, അവർക്ക് ദേശീയ രാഷ്ട്രീയം മറ്റ് സംസ്ഥാന രാഷ്ട്രീയം എന്നതിനപ്പുറത്തേക്ക് ബംഗാളി വികാരം എപ്പോഴും നിൽക്കുന്ന, അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയത്തെ പ്രാദേശിക വിഷയങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിലടക്കം പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അവിടെ ഇടതുപക്ഷം ജയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ലോക്സഭയായാലും നിയമസഭയായാലും എല്ലാം കൂട്ടത്തോടെ ഇടതുപക്ഷം ജയിച്ചുകൊണ്ടിരുന്നതാണ്. മമത വന്നപ്പോൾ മമതയോടൊപ്പം കൂട്ടത്തോടെ മമത വന്നതാണ്. ഒരു തവണ മാത്രമാണ് മമതയ്ക്ക് തിരിച്ചടി വന്നത്. മമത ആ തിരിച്ചടിയെ അടുത്ത 2 തെരഞ്ഞെടുപ്പുകളിലായി മമത ആ തിരിച്ചടിയെ മറികടന്ന് സ്വന്തം ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യം ഉണ്ടായാൽ പോലും ബംഗാളിലെ ഒരു BJPക്ക് ഒരു വലിയ വിജയം ഉണ്ടായാൽ അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെക്കാളെ കവച്ചു വെക്കുന്ന ഒരു വിജയം ഉണ്ടായാൽ സന്ദേശ് ഖലിയൊക്കെ തിരിച്ചടിയായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കോൺഗ്രസും CPMഉം പിടിക്കുന്ന മമതയുടെ വോട്ട് പിടിക്കുമെന്നൊരു ചെറിയ പ്രതീക്ഷ BJPക്കുണ്ട്. മമതയ്ക്ക് തിരിച്ചുമുണ്ട്. മമത വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസും CPMഉം നിൽക്കുന്നതുകൊണ്ട് അത് ഭിന്നിക്കും. അത് ഭിന്നിച്ചു കഴിഞ്ഞാൽ അവരുടെ കുറഞ്ഞ പ്രതീക്ഷ 10 ആണ്. കൂടിയ പ്രതീക്ഷ 25. ആ 10ലേക്ക് എത്താൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെ പോയേക്കാം എന്ന് കരുതുന്ന സാഹചര്യങ്ങൾ എന്താണ്? അത് BJPക്ക് ഉണ്ടാകുന്ന തിരിച്ചടിക്കപ്പുറം മമതയ്ക്ക് വലിയ രീതിയിൽ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു വേവ് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും BJP. അതിനകത്ത് കുറെ കൂടി ലളിതമായി പറഞ്ഞാൽ ബംഗാളിലെ വോട്ട് എന്ന് പറയുന്നത് മമതാ ബാനർജിയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം, മമതാ ബാനർജിയെ എതിർക്കുന്ന ഒരു വിഭാഗം. മമതാ ബാനർജിയെ അനുകൂലിക്കുന്നവരെല്ലാം തൃണമൂൽ കോൺഗ്രസിന് തന്നെ വോട്ട് ചെയ്യുന്നു. മമതാ ബാനർജിയെ എതിർക്കുന്ന വിഭാഗം എന്ന് പറയുന്നത് ഒരു വിഭാഗം കോൺഗ്രസ് CPM സഖ്യത്തിനൊപ്പം പോകുന്നു, ഒരു വിഭാഗം BJPക്കൊപ്പം പോകുന്നു. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ പോലെയല്ല. കഴിഞ്ഞ തവണ അവിടെ കോൺഗ്രസോ CPMോ ഒട്ടും ശക്തിയില്ലായിരുന്നു, അവർ വല്ലാതെ ദുർബലമായി പോയിരുന്നു, കെട്ടിവെച്ച കാശടക്കം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, വലിയ റാലികളൊക്കെ നടത്തി തിരിച്ചു വരാനുള്ള ഒരു വലിയ ശ്രമം നടക്കുന്നുണ്ട്. അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവർക്ക് അല്ലെങ്കിൽ 1-2 സീറ്റിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ അതിനപ്പുറത്തേക്ക് സീറ്റ് വലിയൊരു പ്രതീക്ഷ ഉണ്ടായാൽ വന്നേക്കും. എന്നാൽ പോലും അവർക്ക് എല്ലാ മണ്ഡലത്തിലും സീറ്റ് പിടിക്കാൻ കഴിയുന്ന മികച്ച സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ വന്നതോടുകൂടി അവർ പിടിക്കുന്ന വോട്ട് BJPക്ക് ചിലപ്പോൾ തിരിച്ചടിയാവും. മമത ഒരു പരിധിവരെയൊക്കെ ഈ പിണക്കം കാണിക്കുമ്പോഴും മമതയ്ക്ക് CPMഉം കോൺഗ്രസും ഒരുമിച്ച് മത്സരിക്കട്ടെ അല്ലെങ്കിൽ അവർ മറുഭാഗത്ത് നിൽക്കട്ടെ എന്നൊരു തന്ത്രപരമായ നീക്കം കൂടി മമതയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് അവർ 10 മുതൽ 25 വരെ എന്ന് കണക്കൂട്ടുന്നത്. മമതയാണെങ്കിൽ ഏറ്റവും മോശപ്പെട്ട അവസ്ഥ വന്നാൽ പോലും 25-ൽ താഴില്ല, മെച്ചപ്പെട്ട അവസ്ഥ വന്നാൽ 37 സീറ്റുകൾ വരെ BJPക്ക് ചില ഏതാനും സീറ്റുകൾ നമുക്കപ്പോ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ബീഹാറിലേക്ക് പോകാം. 40 സീറ്റാണ് ബീഹാറിലുള്ളത്. 39 കഴിഞ്ഞ തവണ NDAക്കൊപ്പമായിരുന്നു. പക്ഷേ ഇത്തവണ ഇന്ത്യ മുന്നണി കുറച്ചുകൂടി അവിടെ നേട്ടമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. നിതീഷ് കുമാറിന്റെ അവസാന നിമിഷത്തെ മാറ്റമൊക്കെ പ്രതീക്ഷിച്ച വിജയം അല്ലെങ്കിൽ പ്രതീക്ഷിച്ച രീതിയിൽ വർക്ക് ചെയ്തിട്ടില്ല ബീഹാറിൽ എന്നതാണ് ഈ വിധി നിർണ്ണയിക്കുന്ന സ്റ്റേറ്റുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബീഹാർ. ബീഹാറിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ സമ്പൂർണ്ണ വിജയം നേടിയെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സംസ്ഥാനമാണ്. 40 സീറ്റിൽ 39 സീറ്റുകളും നേടിയതാണ്. അതിൽ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ചത്. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് അവിടെ NDA സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നിതീഷിൽ അവർക്ക് ഒരു പരിധിവരെ പ്രതീക്ഷയുണ്ട്. ഏറ്റവും മോശം കാലാവസ്ഥയിലേക്ക് പോയാൽ പോലും 20 സീറ്റുകൾ നിലനിർത്താമെന്നത് അത് ഒരു കുറഞ്ഞ സംഖ്യയല്ല എന്നത് ആലോചിക്കണം. 35 സീറ്റുകൾ വരെ അവർക്ക് നേടാൻ കഴിയും. ഇതിൽ 35 സീറ്റുകളിനപ്പുറത്തേക്ക് നേടാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ ചില സീറ്റുകൾ RJDക്ക് അത്രത്തോളം സ്വാധീനമുള്ള മണ്ഡലങ്ങളുണ്ട്, കോൺഗ്രസിന് സ്വാധീനമുള്ള മണ്ഡലം, കോൺഗ്രസ് സ്വാധീനമുള്ള ഇടതുപക്ഷ പാർട്ടികളുണ്ട്. അവർക്കും ചില മണ്ഡലങ്ങളിലൊക്കെ 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ഒക്കെ വോട്ട് ലഭിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. അവരുടെ സ്വാധീനമുണ്ട്. ഇതെല്ലാം ചേർന്ന് കഴിഞ്ഞാൽ അവർക്കൊരു 20 മുതൽ 35 വരെ എന്ന് NDA കാണുമ്പോൾ മറിച്ച് ഇന്ത്യ മുന്നണി കാണുന്നത് 10 മുതൽ 30 സീറ്റുകൾ വരെയാണ്. ഏത് മോശം കാലാവസ്ഥയിലും 10 സീറ്റ് ഉറപ്പാണ് എന്നുള്ളത് RJDയും കോൺഗ്രസ് നേതാക്കളും ഉറപ്പിച്ചു തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഒരു അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നു അല്ലെങ്കിൽ നിതീഷ് കുമാറിന് എതിരായ ഒരു വികാരം കൂടി RJDക്ക് അനുകൂലമായി, പ്രത്യേകിച്ച് തേജസ്വി യാദവിന്റെ നേതൃത്വത്തിന് അനുകൂലമായി. തേജസ്വി യാദവിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോലെയല്ല, ലാലു പ്രസാദ് യാദവിനെ പോലെ മറ്റ് എതിർവികാരങ്ങൾ ഉള്ള അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള ഒരാളല്ല. കുറെ കൂടി ഓരോ യങ് നേതാവാണ് അല്ലെങ്കിൽ മിടുക്കനായ നേതാവാണ്. ഇനി ഭാവിയിലേക്ക് വരുന്ന ഞങ്ങളുടെ നേതാവ് നിതീഷ് കുമാർ കഴിഞ്ഞാൽ തേജസ്വി യാദവാണ് എന്ന മട്ടിലേക്ക് ഒരു നറേഷൻ. റാലികളിലൊക്കെ വലിയ ജനങ്ങളുടെ സ്വാധീനമൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും റാലികൾ അദ്ദേഹം കൊണ്ടുപോവുകയും ആ രീതിയിൽ ജനങ്ങളെ തങ്ങളിലേക്ക് ഘടിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ പ്രചാരണ തന്ത്രങ്ങളും അവർ പുറത്തെടുക്കുകയും ചെയ്തു. ഞാൻ ചോദിക്കാൻ വന്നത് ഇവിടെ ഒരു സീറ്റിൽ നിന്നാണ് ഇന്ത്യ സഖ്യം അവിടെ ഏറ്റവും കുറഞ്ഞത് 10 എന്ന ഒരു പ്രതീക്ഷയിലേക്കുന്നത്. ഒന്ന്
10 തന്നെ അവിടെ ഒരു നേട്ടം എന്ന് പറയാം. പക്ഷേ 10 മുതൽ 30 വരെ എന്ന് പറയുമ്പോൾ അത്രയ്ക്കൊക്കെ ആശിക്കാൻ മാത്രം വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ബീഹാറിൽ ഉണ്ടായിട്ടുണ്ട്. രണ്ട് തരത്തിലാണ് ഇതിനകത്ത് പ്രധാനമായും വരുന്നത്. ഒന്ന്, നിതീഷ് കുമാർ ആയിരുന്നു ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു 2.5-3 പതിറ്റാണ്ട് കാലത്തെ എല്ലാ തെരഞ്ഞെടുപ്പിലെയും ഒരു ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി. അവിടെ BJP അല്ലെങ്കിൽ ലാലു പ്രസാദ് യാദവ് കഴിഞ്ഞാൽ, അവിടുത്തെ ലാലു പ്രസാദ് യാദവിന്റെ ഭരണം കഴിഞ്ഞാൽ നിതീഷിന്റെ കയ്യിൽ ഭരണം വന്ന ശേഷം ഒരിക്കൽ പോലും നിതീഷിന് പരാജയം സംഭവിക്കേണ്ടി വന്നിട്ടില്ല. നിതീഷ് പലതവണ മുന്നണി മാറിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും അവസാനം നിതീഷ് ഇന്ത്യ മുന്നണി എന്ന് പറയുകയും ഇന്ത്യ മുന്നണിയുടെ മുന്നിൽ നിൽക്കുകയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് പറയുകയും പെട്ടെന്ന് ഒരു പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു കാരണം നിതീഷിന് പറയാൻ കഴിഞ്ഞില്ല. ഇതിനു മുമ്പെല്ലാം നിതീഷ് മാറുമ്പോൾ അദ്ദേഹത്തിന് ജനങ്ങളെ ബോധ്യപ്പെടുന്ന കാരണങ്ങൾ പറയാനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രായം അദ്ദേഹത്തിന് പ്രശ്നമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ളിൽ വലിയ തർക്കങ്ങളൊക്കെ നിലനിൽപ്പുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിതീഷ് കുമാറിന് കിട്ടുന്ന വോട്ട് എന്ന് പറയുന്നത് അതൊരിക്കലും BJPയിലേക്ക് പോകില്ല. അത് നിതീഷ് കുമാറിന് പോയില്ലെങ്കിൽ നേരെ മറിച്ച് പോകേണ്ടത് RJDയിലേക്കാണ് പോകേണ്ടത്. അത് പിച്ചലെ ദളിത് അല്ലെങ്കിൽ പിച്ചലെ OBC എന്ന് വെച്ചാൽ OBC വിഭാഗത്തിലെ പിന്നാക്കക്കാർ അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിലെ പിന്നാക്കക്കാർ, ഇങ്ങനെ ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. ഈ വോട്ട് ബാങ്കിൽ ഒരു കാരണവശാലും BJPയിലേക്ക് പോകില്ല. ആ വോട്ട് ബാങ്കിലാണ് ഇത്തവണ വലിയ പ്രതീക്ഷ വെക്കുന്നത്. RJD ആയാലും കോൺഗ്രസ് ആയാലും പ്രതീക്ഷ വെക്കുന്നത്. പക്ഷേ കിരൺ, ഇത് ഇത്രയും ഈ വലിയ പ്രതീക്ഷയായ 30ലേക്ക് എത്തണമെങ്കിൽ വലിയ സർക്കാർ വിരുദ്ധ തരംഗം തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ അത്രയും കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വികാരവും കൂടി ഉണ്ടായെങ്കിൽ മാത്രമേ 30 എന്നുള്ളത് നമുക്ക് തോന്നാം. സർക്കാരിനെതിരായ വികാരം ഉണ്ടാവുമെങ്കിൽ 30ലേക്ക് എത്തില്ല. ഞാൻ പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ സാധ്യതയെ കുറിച്ചാണ്. ഇന്ത്യ മുന്നണിയുടെ 30 എന്നതിലേക്ക് എത്തണമെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരായ അതിശക്തമായ വികാരം ഉണ്ടായെങ്കിൽ മാത്രമേ അങ്ങനെ എത്തൂ. പക്ഷേ അങ്ങനെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഒന്നും വോട്ടിംഗ് ശതമാനത്തിൽ കണ്ടിട്ടില്ല എന്നത് നമ്മൾ നോക്കണം. വോട്ടിംഗ് ശതമാനം വെച്ചില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പ്രധാനമായും കണക്കുകൂട്ടേണ്ട ഇന്ത്യ മുന്നണിയുടെ ഈ വലിയ അവർ 10 എന്നുള്ള മിനിമം മാർക്ക് ഇടുന്നു. 30 എന്നുള്ള മാർക്കിൽ അവർ പ്രധാനമായും കണക്കുകൂട്ടുന്നത് ഇത് തന്നെയാണ്. നിതീഷ് ബീഹാറിലെ വോട്ടിന്റെ രാഷ്ട്രീയം എപ്പോഴും അവിടുത്തെ ജാതി രാഷ്ട്രീയവുമായി കൂടി ബന്ധപ്പെട്ടതാണ്. അത്തരം ഒരു ജാതി രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അവിടെ നിതീഷ് കുമാർ എടുത്തൊരു സമവാക്യമുണ്ട്. നിതീഷ് കുമാറിന്റെ സമവാക്യം എന്ന് പറഞ്ഞാൽ ഈ പിന്നാക്ക വിഭാഗത്തിലെ പിന്നാക്ക വിഭാഗങ്ങൾ, പിന്നാക്ക വിഭാഗത്തിലെ പാവപ്പെട്ടവരായ ആളുകൾ, അല്ലെങ്കിൽ ഒപ്പം തന്നെ ദളിത് വിഭാഗത്തിലെ പാവപ്പെട്ട ആളുകൾ, പിന്നെ അദ്ദേഹത്തിന്റെ മികച്ച ഭരണം, അദ്ദേഹത്തിന്റെ ഭരണ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് വലിയ പ്രതിച്ഛായ ഉണ്ടായിരുന്നു. ആ പ്രതിച്ഛായക്ക് ഇപ്പോൾ വല്ലാതെ ഇടിവ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനൊപ്പം നിന്നവർ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് എതിര് വന്നു കഴിഞ്ഞാൽ അത് BJPയിലേക്ക് പോവില്ല. അത് ഈ പറയുന്നത് പോലെ RJDയിലേക്കോ കോൺഗ്രസിലേക്കോ ഒക്കെ വരും. ആ ഒരു പ്രതീക്ഷയിലാണ് ഇവർ 30 വരെ, അത് അല്പം കടന്ന കണക്കാണെന്ന് തോന്നാം, പക്ഷേ 30 വരെ എന്നുള്ള കണക്ക് അത്തരമൊരു വികാരം, അത്തരം മാറ്റം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 30 വരെ. പക്ഷേ NDAയുടെ കണക്ക് അവിടെ 20-35 വളരെ ഭേദപ്പെട്ട കണക്ക് തന്നെയാണ്. ഓക്കെ, നമുക്ക് തമിഴ്നാട് കൂടി പരിശോധിക്കാം. തെക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ സ്റ്റേറ്റുള്ള ഒരു സംസ്ഥാനം മാത്രവുമല്ല, 2 മോദി വേവുകൾ കണ്ടിട്ട് അപ്പോഴൊന്നും ചഞ്ചലപ്പെടാതെ നിന്ന സ്റ്റേറ്റ് എന്ന് കൂടി പറയാം. കഴിഞ്ഞ തവണ NDAക്ക് അവകാശപ്പെടാൻ AADMKയുടെ ഏക സീറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ എന്ത് സംഭവിക്കും? തമിഴ്നാട്ടിൽ പ്രധാനമന്ത്രി ഇതിനോടകം എത്ര തവണ വന്നുപോയി എന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നലെ കൂടി ആയപ്പോഴത്തേക്ക് ഏതാണ്ട് 7 തവണ പ്രധാനമന്ത്രി ഈ വർഷം തന്നെ വന്നു പോയ സ്റ്റേറ്റ് കൂടിയാണ്. BJP ഉത്തരേന്ത്യയിൽ നിന്നുണ്ടാകുന്ന നഷ്ടം നികത്താൻ കാണുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിൽ എന്തായാലും ഇത്തവണ അവർ കഴിഞ്ഞ തവണ സമ്പൂജ്യമായിരുന്നു. ഇത്തവണ 2 സീറ്റ് മുതൽ നല്ലൊരു പെർഫോമൻസ് വന്നു കഴിഞ്ഞാൽ 8 സീറ്റുകൾ വരെ നേടാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് NDA മുന്നണിക്കുള്ളത്. പ്രത്യേകിച്ച് അണ്ണാമലയുടെ നേതൃത്വത്തിലുള്ള അവിടെ ഉയർത്തിയ ഒരു വലിയ പ്രക്ഷോഭങ്ങൾ, അദ്ദേഹം ഉയർത്തിയ തമിഴ്നാട്ടുകാരെ സ്വാധീനിക്കാൻ കഴിയുന്ന കച്ചിദ്വീപ് അടക്കമുള്ള വിഷയങ്ങളിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, അദ്ദേഹം റാലികളിലുള്ള ആൾക്കൂട്ടം, ഇതെല്ലാം കൊണ്ടുകൊണ്ട് അവർ 2 മുതൽ 8 വരെ സീറ്റുകൾ എന്ന് കാണുന്നു. അപ്പോൾ മറിച്ച് ഇപ്പുറത്തെ മുന്നണി എന്ന് പറഞ്ഞാൽ ശക്തമായൊരു മുന്നണിയാണെന്ന് ആലോചിക്കണം. ഈ AADMK പോയി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ വിഷയം ദ്രാവിഡ പാർട്ടിയിൽ നിന്ന് ഒരു ദ്രാവിഡ പാർട്ടി ക്ഷയിച്ചു പോയി കഴിഞ്ഞാൽ മറ്റൊരു ദ്രാവിഡ പാർട്ടി വളരുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഒരു ദ്രാവിഡ പാർട്ടിയിൽ നിന്ന് വോട്ട് BJPയിലേക്ക് എത്രത്തോളം പോകും എന്നുള്ളൊരു ആശങ്കയുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ കുറെ കൂടി മെച്ചപ്പെട്ട ഒരു സാഹചര്യം DMK മുന്നണിക്കുണ്ട്. DMK മുന്നണിക്ക് കോൺഗ്രസ് ആയാലും CPM ആയാലും CPI ആയാലും മുസ്ലിം ലീഗ് ആയാലും അവിടുത്തെ എല്ലാ ചെറിയ പാർട്ടികളും എല്ലാവരും കൂട്ടിയോജിക്കുന്നു. വെച്ചാൽ ചെറിയ വോട്ട് ബാങ്ക് അടക്കമുള്ള പാർട്ടികളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അതോടൊപ്പം തന്നെ AADMK വല്ലാതെ ദുർബലമായ അവസ്ഥയാണ് നിൽക്കുന്നത്. ആ വോട്ട് ബാങ്കിൽ ഒരു ഭാഗം DMKയിലേക്ക് വരും. ദ്രാവിഡ പാർട്ടിയിൽ നിന്ന് അതൊരു ഹിന്ദു പാർട്ടിയിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണെന്ന് കാണുന്നു. എന്നാൽ ഇനി ഒരു ഭാഗം BJPയിലേക്ക് പോയാൽ BJP കണക്കൂട്ടുന്നത് ഈ AADMKയുടെ ഒരു ഭാഗം വോട്ട് BJPയിലേക്ക് വരുമെന്നാണ്. അവർ കണക്കൂട്ടുന്നതനുസരിച്ച് വരുന്നതുകൊണ്ടാണ് അവർ 2 മുതൽ 8 സീറ്റ് വരെ എന്ന് കണക്കൂട്ടുന്നത്. മറിച്ച് DMKയുടെ കണക്കൂട്ടലനുസരിച്ചാണ് നല്ല പെർഫോമൻസ് ആണെങ്കിൽ 39 സീറ്റുകളിലും, തമിഴ്നാട്ടിൽ ഇത് അസാധ്യമല്ല, പല തെരഞ്ഞെടുപ്പുകളിലും തൂത്തുവാരി AADMK ജയിച്ചിട്ടുണ്ട്, DMKയും ആ മട്ടിൽ ജയിച്ചിട്ടുണ്ട്. അവരുടെ കണക്കുകൾ ഈ 30 മുതൽ 39 വരെ എന്നുള്ളതാണ്. നമുക്ക് ഇനി അടുത്ത
സംസ്ഥാനത്തേക്ക് അല്ല, അത് ഇടവേളയ്ക്ക് ശേഷം നമുക്ക് പോകാം. ഇപ്പോൾ നമ്മൾ 5 സംസ്ഥാനങ്ങളാണ്, UP, മഹാരാഷ്ട്ര, വെസ്റ്റ് ബംഗാൾ, 80 സീറ്റുള്ള ഉത്തർപ്രദേശ്, 48 സീറ്റുള്ള മഹാരാഷ്ട്ര, 42 സീറ്റുള്ള ബംഗാൾ, 40 സീറ്റുള്ള ബീഹാർ, 39 സീറ്റുള്ള ഇന്ത്യയിലെ 249 സീറ്റുകൾ. ഇന്ത്യയിലെ ഏകദേശം പകുതി സീറ്റുകളിലെ പ്രവചനങ്ങൾ, പാർട്ടികളുടെ കണക്കൂട്ടലുകളാണ് നമ്മൾ ഇതുവരെ അവതരിപ്പിച്ചത്. അതിന്റെ ആകെ കണക്ക് കൂടി നോക്കാം. അപ്പോൾ ഇന്ത്യ മുന്നണി ഈ 249 എത്ര നേടുന്നു? ഒപ്പം NDAയുടെ ഏറ്റവും ചെറുതും ഏറ്റവും വലുതുമായ പ്രതീക്ഷകൾ എന്താണ് എന്ന് നോക്കാം. അവിടെ NDAയുടെ ഏറ്റവും കുറഞ്ഞ പ്രതീക്ഷ എന്ന് പറയുന്നത് ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും ബംഗാളും ബീഹാറും തമിഴ്നാടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആകെ 249 സീറ്റുകൾ. അതിൽ 102 മുതൽ 183 സീറ്റുകൾ വരെ നേടാം എന്നുള്ളതാണ്. 183 എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ, എന്ന് വെച്ചാൽ അതിനുശേഷം 100 സീറ്റുകൾ പോലും വേണ്ട. 245 സംസ്ഥാനങ്ങൾ എണ്ണുമ്പോൾ തന്നെ NDAക്ക് ഏറ്റവും മെച്ചപ്പെട്ട ഒരു സ്ഥിതി ഉണ്ടായാൽ 183 സീറ്റുകൾ ലഭിക്കാം. അവർക്ക് എത്ര മോശമായാലും 100 സീറ്റ് എന്നുള്ളതാണ്. ഈ സ്ഥലത്ത് ഏറ്റവും വലിയ പ്രതീക്ഷ നിൽക്കുന്നത് ഇന്ത്യ മുന്നണിക്കുമുണ്ട്. ഈ ആദ്യത്തെ 5 വലിയ സംസ്ഥാനങ്ങളിൽ, അതിനുശേഷമുള്ള സംസ്ഥാനങ്ങളാണ് BJPക്ക് പ്രാധാന്യം വരുന്നത്. ഈ 5 സംസ്ഥാനങ്ങളുടെ പ്രത്യേകത, ഇതിൽ UP ഒഴികെയുള്ള ഒരു സംസ്ഥാനത്തും BJPക്ക് സ്വന്തം നിലയിൽ ആധിപത്യമുള്ള സംസ്ഥാനങ്ങളല്ല. അതിന് മഹാരാഷ്ട്ര ആയാലും പശ്ചിമ ബംഗാൾ ആയാലും ബീഹാർ ആയാലും തമിഴ്നാടായാലും ഇവിടെയെല്ലാം തന്നെ പ്രാദേശിക കക്ഷികൾക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് 100 മുതൽ 176 വരെ എന്ന് ഇന്ത്യ മുന്നണി കണക്കൂടി. ഇന്ത്യ മുന്നണിക്ക് ഒരു ബെസ്റ്റ് പെർഫോമൻസിലേക്ക് പോയാൽ 176 സീറ്റുകൾ വരെ. ഈ ഒരു 5 സ്റ്റേറ്റ് മാത്രം എടുത്താൽ 2 മുന്നണിയെ സംബന്ധിച്ചും വലിയ പ്രതീക്ഷ തന്നെയാണുള്ളത്. എന്തായാലും 2 മുന്നണികളുടെയും ചെറിയ പ്രതീക്ഷയും വലിയ പ്രതീക്ഷയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല എന്നതുകൂടി നമ്മൾ കാണണം. അപ്പോൾ ഏറെക്കുറെ ഈ മണ്ഡലങ്ങളൊക്കെ ഏറെക്കുറെ അങ്ങനെ ഒരു 2 പാർട്ടികൾ തമ്മിൽ മത്സരിക്കുന്ന, അല്ലെ പ്രധാനമായും നിൽക്കുന്നത്. ഇതിനകത്ത് മഹാരാഷ്ട്ര മാത്രമാണ്, അതും 2 മുന്നണിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതിനകത്ത് വേറെ 3-ാം മുന്നണിയുടെ ഒരു സാഹചര്യം ഇതിനകത്ത് എവിടെയും മൂന്നാമതൊരു കക്ഷി വരുന്നില്ല. അതുപോലെ ഒരു ബംഗാളിലായാലും 3-ാം മുന്നണി എന്നങ്ങനെ പറയാൻ കഴിയില്ല. അവിടെ പ്രധാനമായ മത്സരം BJPയും മമതാ ബാനർജിയും തമ്മിൽ തന്നെയാണ് പ്രധാന മത്സരം വരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം തന്നെ 2 മുന്നണിയായി തന്നെയാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കണക്കുകൾ വലിയ വ്യത്യാസത്തിലേക്ക് വരാൻ സാധ്യത. എന്തായാലും ജനങ്ങളുടെ വിധി എന്താണ് എന്നത് നമുക്ക് ജൂൺ 4 മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇത് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സാധ്യതകൾ വിലയിരുത്തുന്ന രീതിയാണ്. നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളുടെ സാഹചര്യങ്ങൾ കൂടി നോക്കാം ഇടവേളയ്ക്ക്.